എന്താണ് ഗ്രേ ഡിവോഴ്സ്? 55-60 വയസ്സ് കഴിഞ്ഞവർ വിവാഹബന്ധം വേർപെടുത്തുന്നു എന്നറിഞ്ഞാൽ പൊതുവെയുള്ള കമൻ്റായിരുന്നു, ഈ വയസ്സാം കാലത്ത് വേറെ പണിയൊന്നുമില്ല, കൊച്ചുമക്കളെ കെട്ടിക്കാറായി, ഇപ്പോഴും ചെറുപ്പമാണെന്നാണ് ധാരണ. എന്നാൽ ഇന്ന് ഇത്തരം പ്രയോഗങ്ങളെല്ലാം എങ്ങനെയോ ഇല്ലാതായതുപോലെ മനോഹരമായൊരു പേരുകൊണ്ട് എല്ലാം അവസാനിച്ചു: ഗ്രേ ഡിവോഴ്സ്. പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. പൊതുവെ 25 വർഷം വൈവാഹിക ബന്ധം തുടർന്നവരോ 50 വയസ്സിന് മുകളിലുള്ളവരോ ബന്ധം വേർപെടുത്തുന്നതിനെയാണ് ഗ്രേ ഡിവോഴ്സായി കണക്കാക്കുന്നത്. ഇന്ന് രാവിലെ 50 വയസ്സുള്ള ഒരു സ്ത്രീ വിളിച്ചിരുന്നു. അവരുടെ ചോദ്യം ഇങ്ങനെയായിരുന്നു: വിവാഹം കഴിഞ്ഞിട്ട് 30 വർഷം കഴിഞ്ഞു. എൻ്റെ ഭർത്താവിനിപ്പോൾ 56 വയസ്സായി. വിവാഹം കഴിഞ്ഞന്നു മുതൽ സഹിക്കുകയാണ്. ആദ്യകാലങ്ങളിൽ ആദ്യമായതുകൊണ്ടല്ലേ, പരസ്പരം യോജിച്ചു വരുമ്പോൾ എല്ലാം ശരിയാകും. സങ്കടപ്പെട്ടാരോടെങ്കിലും പറഞ്ഞാൽ ഒരു കുട്ടിയാകുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. കുട്ടികൾ 3 എന്നിട്ടും അദ്ദേഹം ശരിയായില്ല. പിന്നീട് കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം എല്ലാം സഹിച്ച് കാലം തള്ളി നീക്കി. എനിക്കെന്തെങ്കിലും വരുമാനമുണ്ടെങ്കിൽ എല്ലാം ശരിയാകുമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ അദ്ദേഹം ജോലിക്കും വിടത്തില്ല. വീട്ടുകാർ തന്ന മുഴുവൻ സ്വർണവും പല കാരണങ്ങൾ പറഞ്ഞു വിറ്റു. എൻ്റെ പേരിലുണ്ടായിരുന്ന 15 സെൻറ്റ് സ്ഥലവും വിൽപ്പിച്ചു. എന്നാൽ എൻ്റെ ഭർത്താവിൻ്റെ ഒരു തുണ്ടു ഭൂമി പോലും വിറ്റിട്ടില്ല. എന്തെങ്കിലും സംസാരമുണ്ടായാൽ നീ എങ്ങോട്ടെങ്കിലും പോടി, ഇതിലൊന്നും നിനക്ക് യാതൊരു അവകാശവുമില്ല. അപ്പോൾ എൻ്റെ സ്വത്തുക്കളെല്ലാം നിങ്ങൾ നശിപ്പിച്ചില്ലേ എന്ന് തിരിച്ചു പറഞ്ഞാൽ എൻ്റെ ബോധം കെടുന്നത് വരെ ഉപദ്രവിക്കും. എങ്ങോട്ടിറങ്ങിപ്പോകാനാണെന്ന് കരുതി ക്ഷമിക്കും. കോടതിയും കേസുമെല്ലാം വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നതും പണച്ചിലവുള്ളതുമല്ലേ എന്ന് കരുതി എല്ലാം സഹിക്കും. ഇനി പറ്റത്തില്ല, എനിക്ക് അദ്ദേഹത്തിൻ്റെ സ്വത്തും മുതലും ഒന്നും വേണ്ട. ഇനിയെങ്കിലും എന്നെ ജീവിക്കാൻ അനുവദിച്ചാൽ മതി. എൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് തന്ന സ്വർണമോ സ്വത്തോ ഏതെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ആരെയും ആശ്രയിക്കാതെ കഴിയാമായിരുന്നു. അതിനെന്താണൊരു മാർഗം? ഇത്തരത്തിൽ ചിന്തിക്കുന്ന, തൻ്റേതായ ഒരവസരം വരുമ്പോൾ തുടർന്നെങ്ങനെ ജീവിക്കണമെന്നോ, നീണ്ട വർഷത്തെ ഒരുമിച്ചുള്ള ജീവിതത്തിന് ശേഷം ഒറ്റയ്ക്കാകുമ്പോൾ എന്താകുമെന്നോ ഒന്നും തന്നെ ചിന്തിക്കാൻ താൽപ്പര്യം കാണിക്കാതെ ഇന്നലെ വരെ അടക്കി വച്ചിരുന്ന കഷ്ടപ്പാടുകളിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്ന കൂട്ടർ. വിദേശ രാജ്യങ്ങളെപ്പോലെ നമ്മുടെ രാജ്യത്തും ഒട്ടും കുറവല്ലാത്ത രീതിയിൽ വർദ്ധിച്ചു വരുന്ന പ്രവണത. ഇത്തരത്തിലുള്ള ഒരു ഗ്രേ ഡിവോഴ്സിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ: ഇത്രയും കാലം കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, സമൂഹത്തിൽ മോശമാകണ്ട എന്ന് കരുതി അഡ്ജസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇനിയുള്ള ജീവിതമെങ്കിലും അവനവന് വേണ്ടി ജീവിക്കണമെന്ന ചിന്ത. പുരുഷനെ മാത്രം സാമ്പത്തിക സ്രോതസ്സായി കണ്ടിരുന്നതിൽ നിന്ന് പുരുഷനോടൊപ്പം സ്ത്രീക്കും സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ കഴിഞ്ഞപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന തോന്നൽ. ഒട്ടുമിക്ക ബന്ധങ്ങളും കമ്മിറ്റ്മെൻറ്റിൻ്റെ പേരിൽ, ഉത്തരവാദിത്തത്തിൻ്റെ പേരിൽ മാത്രം ജീവിച്ചു പോകുന്നവരാണ്. ജീവിക്കണമല്ലോ എന്ന് കരുതി ജീവിക്കുന്നവർ. അവരുടെ ഇടയിൽ ഒരു ഇൻറ്റിമസി ഇല്ല. ഒരു ഭാര്യ എന്ന നിലയിൽ ഭാര്യയുടേതായ ചില ഉത്തരവാദിത്തങ്ങൾ, ഭർത്താവെന്ന നിലയിൽ ഭർത്താവിൻ്റേതായ ഉത്തരവാദിത്തങ്ങൾ, അത്രമാത്രം. വിവാഹം ഏത് തരത്തിൽ നടന്നാലും ഇൻറ്റിമസിയാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. അതില്ലാത്തപ്പോൾ ജീവിതം തന്നെ മടുത്തു പോകുന്നു. തുടർച്ചയായി സ്നേഹമില്ലായ്മ ഉണ്ടാകുമ്പോൾ എന്തിനാണിങ്ങനെ എന്ന തോന്നലുണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വിവാഹേതര ബന്ധങ്ങളാണ്. തൻ്റെ ഭർത്താവിൻ്റെ ഭാര്യയുടെ രഹസ്യബന്ധം മക്കൾ വളരുന്ന കാലത്തോളം, മക്കളുടെ വിവാഹകാലത്തോളം സഹിച്ചും ക്ഷമിച്ചും കൊണ്ടു നടക്കും. പിന്നീടത് മറനീക്കി പുറത്തു വരും. പങ്കാളികൾ പരസ്പരം മനസ്സിലാക്കാൻ കഴിയാതെ, തൻ്റെ പങ്കാളിക്ക് എന്താണ് ആഗ്രഹമെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വൺ സൈഡഡായി പോകുമ്പോഴും അതും ഒരു കാരണമാണ്. എന്തായാലും മക്കളൊക്കെ സെറ്റായില്ലേ, ഇനി എന്തിനാണ് എന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത, ഞാൻ ഒരു തരത്തിലും ഉയരരുതെന്ന് കരുതുന്ന ഒരാളോടൊപ്പം ഇനി വേണ്ട എന്ന ചിന്ത. ലേറ്റ് മാരേജിലും ഇത്തരത്തിലുള്ള ഒരു പ്രവണത കണ്ടുവരാറുണ്ട്. അവർ ജീവിതത്തെ ഒറ്റയ്ക്ക് കരുപ്പിടിപ്പിക്കുന്നു. അതിലേക്ക് മറ്റൊരാൾ കടന്നു വരുന്നു. തമ്മിൽ ചേരാതെ വരുമ്പോൾ താൻ എന്തിനാണ്, എനിക്ക് പറ്റാത്തതിനെ ഉൾക്കൊള്ളണം എന്ന ചിന്തയുണ്ടാകുന്നു. മറ്റൊന്ന്, നിസ്സാര വിഷയങ്ങൾക്ക് പോലും ബന്ധമൊഴിയുന്ന ഈ കാലത്ത് ഞാൻ എന്തിനാണ് ഒരു കുരിശ് ചുമക്കുന്നത്, കുറച്ച് വൈകിപ്പോയി, എന്നേ ആകേണ്ടതായിരുന്നു, ഇപ്പോഴെങ്കിലും തീരുമാനമെടുത്തില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നശിച്ച് തീരത്തേയുള്ളൂ. നാർസിസ്റ്റിക് ബിഹേവിയർ പോലുള്ള വ്യക്തിത്വ വൈകല്യമുള്ളവരുമായി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകും. അവസരം കിട്ടിയാൽ പുറത്തു പോകാൻ ശ്രമിക്കുകയും ചെയ്യും. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത വിവാഹ ജീവിതം വളരെ പവിത്രമായി കണക്കാക്കുന്നു എന്നതാണ്.
അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക്, മറ്റു കുടുംബാംഗങ്ങൾക്ക്, സമൂഹത്തിനും ഒക്കെ യോജിക്കുന്ന നിലയിൽ ജീവിക്കുന്നതിന് ഓരോരുത്തരും ശ്രമിക്കുന്നു. എന്നാൽ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ഭാര്യാഭർത്താക്കന്മാരുടെ വ്യക്തിജീവിതത്തിലേക്ക് ഇടപെടുന്ന അവസ്ഥ വരുമ്പോൾ അതൊരുപക്ഷേ ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചു വേണം ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലേക്ക് മറ്റുള്ളവർ ഇടപെടേണ്ടത്. വിശ്വാസമില്ലായ്മയും അംഗീകാരമില്ലായ്മയും ഇത്തരത്തിലുള്ള വിവാഹമോചനത്തിന് കാരണമാകാറുണ്ട്. എന്നാൽ ഗ്രേ ഡിവോഴ്സിലേക്ക് കടക്കുന്നവരുടെ മറ്റൊരു വശം കൂടിയുണ്ട്. മാന്യമായ വരുമാനവും നിലനിൽപ്പുമായി കഴിയുമ്പോൾ ആരൊക്കെയോ തന്നെ ഇഷ്ടപ്പെടുന്നതായും തൻ്റെ പങ്കാളി അത്ര പോരാ എന്നും തോന്നലുണ്ടാകാം. തോന്നലുകളിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നു. ഇന്നലെ വരെ പരിഗണിക്കുക പോലും ചെയ്യാതിരുന്ന ചെറിയ വിഷയങ്ങൾ പോലും പർവ്വതീകരിച്ച് ചിത്രീകരിക്കുന്നു. കുറ്റങ്ങളുടെയും കുറവുകളുടെയും ഭാണ്ഡം തന്നെ ഇറക്കി വയ്ക്കുന്നു. ഒടുവിൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പങ്കാളിയെക്കൊണ്ട് വിവാഹമോചനത്തിന് സമ്മതിപ്പിക്കുന്നു. ഇത്തരക്കാർ അറിഞ്ഞിരിക്കേണ്ടത്, പുതുതായി നിങ്ങളിലേക്ക് വരുന്ന വ്യക്തി നിങ്ങളുടെ ആഡംബരവും സമ്പാദ്യവും കണ്ടിട്ടാണ് വരുന്നത്. എന്നാൽ നിങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ഒന്നുമില്ലായ്മയിലും ചേർന്ന് നിന്നവരാണ്. നീണ്ടകാലം ഇണക്കത്തിലും പിണക്കത്തിലും ഒപ്പമുണ്ടായിരുന്നവരാണ്. ഇപ്പോഴത്തെ നിങ്ങളുടെ അഭിവൃദ്ധിക്ക് അവർ കൂടി കാരണമാണ്. ഇനി നിങ്ങൾക്കൊരു തകർച്ച സംഭവിച്ചാൽ അവർക്ക് നിങ്ങളുടെ ഇന്നലകളെ വളരെ വ്യക്തമായി അറിയാം. എന്നാൽ നിങ്ങളുടെ പുതുമയിലേക്ക് കടന്നുവരുന്ന വ്യക്തി തുടർന്നുള്ള ജീവിതത്തിൽ ഒരു തളർച്ച സംഭവിച്ചാൽ ഒപ്പമുണ്ടാകുമെന്ന് എത്ര തവണ ആവർത്തിച്ച് പറഞ്ഞാലും ഒപ്പമുണ്ടാകണമെന്നില്ല. അവർക്ക് നിങ്ങളുടെ തകർച്ച ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. പുതിയ ട്രെൻഡാണ് ഗ്രേ ഡിവോഴ്സ് എന്ന നിലയിൽ ഉള്ള ജീവിതം നശിപ്പിക്കുന്നതിന് മുമ്പ് പലവട്ടം ആലോചിക്കേണ്ടതുണ്ട്. എന്നാൽ നിങ്ങളുടെ പങ്കാളിയുമായി ഒരു തരത്തിലും ഒത്തുപോകാൻ കഴിയില്ല എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ തീർച്ചയായും ഒരു വിദഗ്ധൻ്റെ അഡ്വൈസ് സ്വീകരിക്കേണ്ടതുണ്ട്. ഇത്തരക്കാർ ശ്രദ്ധിക്കേണ്ടത് 1, 2, 10 വർഷമല്ല, നീണ്ട കാലയളവ് ഇണങ്ങിയും പിണങ്ങിയും അല്ലെങ്കിൽ പിണക്കത്തിൽ മാത്രമായാലും ഒരുമിച്ച് ജീവിച്ചവരാണ്. ഇനി ഒറ്റയ്ക്കാണ്. തീർച്ചയായും മാനസികമായ നല്ല തയ്യാറെടുപ്പ് ആവശ്യമാണ്. ആരെല്ലാം സഹായിക്കാം അല്ലെങ്കിൽ കൂടെയുണ്ട് എന്ന് പറഞ്ഞാലും സ്വയം മാനസികമായി തയ്യാറായില്ലെങ്കിൽ തളർന്നു പോകും. സാമ്പത്തിക ഭദ്രത മറ്റൊരു ഘടകമാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഏജിനനുസരിച്ച് ഒരു ജോലി കണ്ടെത്താനോ ഏണിങ്സിനോ പ്രയാസമുണ്ടായാൽ ആര് സപ്പോർട്ട് ചെയ്താലും അത് കടമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് വീട്ടേണ്ടി വരും. അതുകൊണ്ട് സാമ്പത്തിക വിഷയവും അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. വിവാഹമോചനത്തെ എങ്ങനെ നേരിടണമെന്നും തുടർന്നുള്ള ജീവിതം എങ്ങനെ സെറ്റ് ചെയ്യണമെന്നും ഇതേ മേഖലയിലുള്ള വിദഗ്ധന് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ കഴിയും. നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക. മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.